നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റി LGS ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 7ാമത്തെ ഭാഗമാണ്. വേഗം ക്ലാസ്സിലേക്ക് വരൂ. ആദ്യ ചോദ്യം 46. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആയി നിയമിതനായത് ആര്? UN-ൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതൻ ആയത് രുചിര കാംബോജ് ആണ്. രുചിര കാംബോജ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. നമ്മൾ അറിഞ്ഞിരിക്കുക രുചിര കാംബോജ്. 47. ദേശീയ തലത്തിൽ, ഭരണതലത്തിലും ഉദ്യോഗതലത്തിലും രാഷ്ട്രീയ തലത്തിലും ഉള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ഏത്? ദേശീയ തലത്തിൽ, ഭരണതലത്തിലും ഉദ്യോഗസ്ഥ രാഷ്ട്രീയ തലത്തിലും അഴിമതി തടയുന്നതിനുള്ള സ്ഥാപനം ലോക്പാലാണ്. സംസ്ഥാന തലത്തിലോ ലോകായുക്തയാണല്ലേ. ദേശീയ തലത്തിൽ ലോക്പാലും സംസ്ഥാന തലത്തിൽ ലോകായുക്തയും. ഓക്കെ. സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം ചോദിച്ചിട്ടുണ്ട്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷവും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലോക്പാലിനെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് നോക്കാം. ചോദ്യത്തിൽ തന്ന പോലെ ഭരണതലത്തിലും രാഷ്ട്രീയ തലത്തിലും ഉദ്യോഗതലത്തിലും അഴിമതി തടയുന്നതിന് വേണ്ടി ദേശീയ തലത്തിൽ രൂപീകരിച്ചതാണ് ലോക്പാൽ. 1968 ശാന്തിഭൂഷൺ ഇത് ആദ്യമായി ലോക്സഭയിൽ അവതരിപ്പിച്ചു. എന്താണ്? 1968 ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? ശാന്തിഭൂഷണാണ്. ഒത്തിരി കാലങ്ങൾക്ക് ശേഷം 2014 ജനുവരി 1 രാഷ്ട്രപതി അംഗീകരിച്ചു. പലപ്പോഴായി ലോക്സഭയിലും രാജ്യസഭയിലും അംഗീകാരം കിട്ടാതെ പോയി. പിന്നീട് 2014 ജനുവരി 1 രാഷ്ട്രപതി അംഗീകരിച്ചു. ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 2014 ജനുവരി 16 നിയമമായി നിലവിൽ വന്നു. ലോക്പാൽ നിയമം നിലവിൽ വന്നത് എന്താണ്? 2014 ജനുവരി 16. 2019 മാർച്ച് 23 ആദ്യത്തെ ലോക്പാലിനെ നിയമിച്ചു. PC ഘോഷ്, പിനാക്കി ചന്ദ്രഘോഷാണ് നമ്മുടെ ആദ്യത്തെ ലോക്പാൽ. എന്നാണ് നിയമിച്ചത്? മാർച്ച് 23, 2019. ലോക്പാലിനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. പിന്നെ ഒരു കമ്മിറ്റിയുണ്ട്. ഈ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് രാഷ്ട്രപതി ലോക്പാലിനെ നിയമിക്കുന്നത്. കമ്മിറ്റിയുടെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. പിന്നെ ആരൊക്കെയാണ് ഉള്ളത്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉണ്ട്, അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജ് ഉണ്ട്. രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജ്, ഒരു നിയമവിദഗ്ധൻ, ലോകസഭാ പ്രതിപക്ഷ നേതാവ് തുടങ്ങിയവർ അംഗങ്ങളായ കമ്മിറ്റിയാണുള്ളത്. ഇനി ലോക്പാലിലെ അംഗങ്ങൾ എത്ര? 9 അംഗങ്ങളാണ് ലോക്പാലിലുണ്ടാവുക. ഒരു ചെയർമാനും 8 മെമ്പേഴ്സും. അപ്പോൾ 2019 ആദ്യമായി ലോക്പാലായി നിയമിതനായത് ആരാണ്? PC ഘോഷ്, പിനാക്കി ചന്ദ്രഘോഷ്. ഓക്കെ. 48. 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? റിപ്പീറ്റ് ചെയ്തു അല്ലേ ഈ ക്വസ്റ്റ്യൻ. 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ധനഞ്ജയ് ചന്ദ്രചൂഡ്, DY ചന്ദ്രചൂഡാണ്. 49. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാരിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തി വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം എന്ന ലെയ്സസ് ഫെയർ സിദ്ധാന്തം കൊണ്ടുവന്നത് ഏത് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്? ലെയ്സസ് ഫെയർ എന്നാൽ സൊസൈറ്റിയുടെയും ഇൻഡിവിജ്വലിൻ്റെയും എക്കണോമിക് അഫയേഴ്സിൽ ഗവൺമെൻറ്റിൻ്റെ കൈകടത്തൽ പരിമിതപ്പെടുത്തുക അല്ലെങ്കിൽ നിർത്തിവെക്കുക. ഇതിൻ്റെ അർത്ഥം എന്ത് പറഞ്ഞാൽ ഫ്രഞ്ച് വേർഡാണ് ലെയ്സസ് ഫെയർ. അതിൻ്റെ അർത്ഥം ലീവ് എലോൺ, ലെറ്റ് ഇറ്റ് ബി എന്നൊക്കെയാണ്.
സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാരിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തിയിട്ട് വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഇട നൽകുക. അതുവഴി പ്രൈവറ്റ് എൻ്റർപ്രൈസസിനെ മാക്സിമം ഗ്രോത്തിലേക്ക് കൊണ്ടുവരിക. ഇതാണ് ലേസസ് ഫെയർ തിയറിയുടെ ലക്ഷ്യമായിരുന്നത്. ലേസസ് ഫെയർ എന്ന് പറഞ്ഞു ഫ്രഞ്ച് ടേമാണ്. അതിൻ്റെ വേറൊരു പേരാണ് ഫ്രീഡം ഓഫ് കോൺട്രാക്റ്റ്. ഫ്രീഡം ഓഫ് ഇത്രയും സ്വാതന്ത്ര്യം നൽകുന്നത് കൊണ്ട് തന്നെ ഫ്രീഡം ഓഫ് കോൺട്രാക്റ്റ് എന്ന് വേറൊരു പേരും ഉണ്ടായിരുന്നു. ഇവിടുത്തെ ചോദ്യം ആരാണ് ലേസസ് ഫെയർ സിദ്ധാന്തം കൊണ്ടുവന്നതെന്നാണ് ആഡം സ്മിത്ത്. 50. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത്? ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത്? ഹോക്കിയാണ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം. കൂട്ടുകാരെ, നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കണക്റ്റഡ് ഫാക്ട്സ് പറയലും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇതിൻ്റെ അടുത്ത ഭാഗമായി ഉടനെ വരാം. See you.